കണ്ണൂർ കണ്ണപുരത്ത് വാടക വീട്ടിലുണ്ടായ സ്ഫോടനത്തിൽ അറസ്റ്റിലായ അനൂപ് മാലിക്കിന് അന്വേഷണ സംഘം ഇന്ന് വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയനാക്കും. അനൂപിനെ സ്ഫോടനം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പും നടത്തിയേക്കും. ഇന്നലെ രാത്രിയാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്ന് അനൂപ് മാലിക് പിടിയിലായത്. വിസ്മയ പ്രകാശ് ചേരുന്നു. ഏതൊക്കെ രീതിയിലായിരിക്കും ഇന്നലത്തെ ഈ സ്ഫോടനത്തിന്റെ തുടർച്ച എന്നുള്ളതിലേക്ക് ഇന്ന് നടത്താനിരിക്കുന്ന അന്വേഷണങ്ങളും ചോദ്യം ചെയ്യലുകളും തെളിവെടുപ്പുകളും? വിസ്മയ പ്രകാശ്. ഇന്നലെ അതായത് ഈ സ്ഫോടന കേസിൽ പ്രതിയായ അനൂപ് മാലിക്കിനെ ഇന്ന് പോലീസ് വിശദമായി ചോദ്യം ചെയ്യാനിരിക്കുകയാണ്. അതായത് ഈ സ്ഫോടന കേസിൽ വളരെ അധികം ദുരൂഹതയാണ് നിറഞ്ഞിരിക്കുന്നത്. ഈ അനൂപ് മാലിക്കിനെ ചുറ്റിപ്പറ്റിയും വളരെയധികം ദുരൂഹതയുണ്ട്. അതായത് ഈ സ്ഫോടന കേസിൽ ഈ പ്രതി എന്ന് പറയുന്ന അനൂപ് മാലിക് മുന്നേയും ഇതുപോലെ ഒരു 7ഓളം കേസുകളിലെ പ്രതിയാണ്. ഈ അനൂപ് മാലിക് ഈ ഒരു അയാളുടെ പിടിപാട് കൊണ്ട് തന്നെ ഈ ഒരു മുന്നേയുള്ള കേസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അനൂപ് മാലിക് ഇത്തരം കേസുകളിൽ നിന്ന് രക്ഷപ്പെട്ടത്? അതുപോലെ തന്നെ ഈ സ്ഫോടന വസ്തുക്കൾ ഇയാൾ ആർക്ക് കൈമാറാനാണ് ഉദ്ദേശിച്ചത്? എന്താണ് ഈ സ്ഫോടന വസ്തുക്കൾ നിർമ്മിക്കുന്നതിൻ്റെ കാരണം? അത് ഏതെങ്കിലും ഉത്സവത്തിനുള്ള ആവശ്യത്തിനാണോ അല്ല മറ്റാവശ്യത്തിനാണോ എന്നുള്ള ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഇതിനൊക്കെയുള്ളൊരു ഉത്തരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നൊരു വിശദമായ ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം ഈ പ്രതിയെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്താനുമുള്ളൊരു സാധ്യതയുണ്ട്. ആ ഒരു സ്ഫോടനം നടന്ന ആ വാടക വീട്ടിൽ വെച്ചായിരിക്കും തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യത. അതിനുശേഷം വൈകിട്ടോടെ ഈ പ്രതി അനൂപ് മാലിക്കിനെ കോടതിയിൽ ഹാജരാക്കും. എന്തായാലും ഇന്നലെ ഒരു 2 മണി പുലർച്ചെ 2 മണിയോടെ ആയിരുന്നു ഈ കണ്ണൂർ കണ്ണപുരം കീഴറയിൽ ഇത്തരത്തിലൊരു സ്ഫോടനം നടന്നത്. അതിൽ ഈ അനൂപിൻ്റെ ബന്ധുവും അതുപോലെ തന്നെ അനൂപിൻ്റെ തൊഴിലാളിയുമായ മുഹമ്മദ് ആഷാമാണ് ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. അതിനുശേഷം ഈ പ്രതിയായ അനൂപ് മാലിക്കിനെ കാണാതാവുകയും പിന്നീട് അനൂപ് മാലിക്കിനെ കണ്ടുകിട്ടുന്നത് കാഞ്ഞങ്ങാട് നിന്നാണ്. അതിനുശേഷം അതിന് മുന്നേ തന്നെ ഇയാൾക്കെതിരെ ഈ സ്ഫോടന വസ്തു നിയമപ്രകാരം കേസെടുത്തിരുന്നു. അതുപോലെ തന്നെ ഈ കേസ് ക്രൈംബ്രാഞ്ചും ഏറ്റെടുത്തിരുന്നു. ശരി, കണ്ണൂർ കണ്ണപുരത്തെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട പ്രതിയെ ഏതൊക്കെ രീതിയിലുള്ള അന്വേഷണങ്ങൾക്കും തെളിവെടുപ്പുകൾക്കും പരിശോധനകൾക്കും ഇന്ന് വിധേയനാക്കുമെന്ന് സൂചിപ്പിക്കുകയായിരുന്നു വിസ്മയ പ്രകാശ്.